മരിയ വിയാനി പുണ്യാളൻ പണ്ഡിതനായിരുന്നില്ല, പണക്കാരനായിരുന്നില്ല, എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ടൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര്. മണ്ടൻ, മരമണ്ടൻ, പാവപ്പെട്ടവൻ, കുടുംബത്തിന് പ്രത്യേകിച്ച് പൈതൃകമോ പാരമ്പര്യമോ അവകാശപ്പെടാനില്ലാത്തവൻ. അതൊക്കെ ആയിരുന്നു ജോൺ മരിയ വിയാനി. ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1786 ജോൺ മരിയ വിയാനി പുണ്യാളൻ ജനിക്കുന്നത്. അദ്ദേഹം ഫ്രാൻസിൽ ജനിക്കുന്നു. അപ്പോൾ 1786 എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് 3 വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന് 3 കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവവും ജോൺ മരിയ വിയാനിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ, ഫ്രാൻസിലെ വിശ്വാസം നഷ്ടപ്പെട്ട കാലമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലം. അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഫ്രാൻസിലെ വളരെ പ്രസിദ്ധമായ നോത്രദാം കത്തീഡ്രലിൽ, ആ കത്തീഡ്രലിലെ പ്രധാന അൾത്താരയിൽ പാതി നഗ്നയാക്കപ്പെട്ട ഒരു സ്ത്രീയെ, ഒരു പരസ്യ പാപം ചെയ്ത് ജീവിക്കുന്ന, ഞാൻ ആ മലയാളത്തിലൊരു വാക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഒരു പരസ്യ പാപിനിയെ, ഒരു ഗണികയെ, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ, അവരെ കൊണ്ടുവന്ന് നോത്രദാം കത്തീഡ്രലിൻ്റെ പ്രധാന അൾത്താരയിൽ അവരെ കിടത്തിയിട്ട്, യുക്തിയുടെ ദേവതയെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയുടെ പാരഡി ഉണ്ടാക്കി അത് ചൊല്ലി പ്രകോപനപരമായി ഈ സ്ത്രീയെ ആ അൾത്താരയിൽ കിടത്തി ആ നോത്രദാം കത്തീഡ്രൽ ഡെസക്കറേറ്റ് ചെയ്ത് അതിനെ മലിനമാക്കി, വൈദികരെ തെരഞ്ഞുപിടിച്ച് കൊന്ന്, വൈദികരെ ഡീപ്പോസ് ചെയ്ത് സ്ഥാനഭ്രംശം നടത്തി, കത്തോലിക്ക സഭയെ വേട്ടയാടി, പള്ളികൾ അടച്ചിട്ട്, ഇങ്ങനെ സഭയിൽ വിശ്വാസത്യാഗം, ആയിരക്കണക്കിന് ആളുകൾ സഭ വിട്ടു പോകാൻ ഇടയായ, സഭയെ ബോധപൂർവം ഗവൺമെന്റ് പീഡിപ്പിച്ച കാലമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലം. ആ കാലഘട്ടത്തിൽ ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നതിന് 3 വർഷം മുമ്പാണ് ജോൺ മരിയ വിയാനി ജനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദപാഠം പരസ്യമായി പള്ളിയിൽ പോയി പഠിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. അദ്ദേഹം ഒളിച്ചും പാത്തും രഹസ്യമായിട്ടാണ് വേദപാഠം പഠിച്ചത്. അതിൻ്റെ ഗുണം അദ്ദേഹത്തിനുണ്ട്. പരസ്യമായിട്ട് പഠിച്ച പലരും വേദപാഠമൊന്നും പഠിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം ഒളിച്ചും പാത്തും രഹസ്യമായിട്ടും വില കൊടുത്തും വേദപാഠം പഠിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. വിശ്വാസിയായിരുന്നു, ഭക്തനായിരുന്നു. അമ്മയപ്പനും നല്ല പാവപ്പെട്ടവരാണ്, കർഷകരാണ്. ആട് മേയ്ക്കലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി. തീരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഭക്തിയും വിശ്വാസവും കൊടുത്താണ് കുടുംബം അദ്ദേഹത്തെ വളർത്തിയത്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ വൈദികനാകണം എന്ന ആഗ്രഹമുണ്ടായി. അദ്ദേഹം വൈദികനാവാനായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ രസം, അവിടെ ലത്തീൻ ഭാഷ പഠിക്കണം. അദ്ദേഹത്തിന് നാട്ടിലെ സംസാര ഭാഷ പോലും ശരിക്കും പറയാൻ അറിയാത്ത ആളാണ്. അങ്ങനെ ദിസ് ഈസ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ടു മീ എന്ന് ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്. ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇതെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള ഇംഗ്ലീഷിലൊരു ഫ്രേസാണ് ദിസ് ഈസ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലത്തീൻ. അപ്പം ലത്തീൻ ഭാഷ പഠിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ ആ സെമിനാരിയിൽ അദ്ദേഹം ഏറ്റവും 0 മാർക്ക് വാങ്ങിച്ച സമ്പൂജ്യനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഒരു ഡിഗ്രി ഇല്ല, എല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വയസ്സ് 20, ഇത്തിരി പ്രായം കഴിഞ്ഞ സെമിനാരി ചേർന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുട്ടികളുടെ പ്രായം 12. 12കാരുടെ ഇടയിൽ 20കാരനായ മരമണ്ടൻ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി മത്തിയാസ് ലോറസ് എന്ന് പറയുന്ന ഒരു 12കാരനെ ഈ 20കാരനെ മണ്ടനെ പഠിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെയുള്ള സെമിനാരിക്കാരനാണ് മത്തിയാസ് ലോറസ്. അപ്പം അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവൻ പഠിപ്പിച്ചിട്ട് ഇവന് ഭ്രാന്താവുകയാണ്. കാരണം ഇയാൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, ഒരു വകയും പിടികിട്ടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ പാവപ്പെട്ട മരിയ വിയാനിക്കുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. 12കാരന് കലിയളയിട്ട് അവൻ്റെ സകല നിയന്ത്രണവും വിട്ടിട്ട് ഒരു ദിവസം ദേഷ്യം വന്നിട്ട് ഇവൻ്റെ ചെവി ഇടിച്ച് ചോര വരുത്തി. ചെവിയിലോട്ട് ഇടിച്ച് 20കാരൻ്റെ, നിങ്ങൾ ഓർക്കണം, 20കാരൻ്റെ ചെവിയിൽ അവൻ ബോക്സിങ് നടത്തി. മത്തിയാസ് ലോറസ് 12 വയസ്സുകാരൻ ഇടിച്ച് ചോര വരുത്തി. പിള്ളേരുടെ എല്ലാം മുമ്പിൽ വെച്ചാണ്. നമ്മളാണെങ്കിൽ എന്നാ ഇതിന് 20കാരൻ 12കാരനെ
പിന്നെ 12-കാരനില്ല, അവൻ്റെ ജീവചരിത്രം അതോടെ അവസാനിക്കുന്നു. പക്ഷേ ഇദ്ദേഹം പാവപ്പെട്ടവനായിരുന്നത് കൊണ്ട്, പാവമായിരുന്നത് കൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? കഷ്ടം. ഈ 20-കാരൻ 12-കാരൻ്റെ കാലേ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, ക്ഷമിക്കണേ, ഞാൻ പഠിച്ചോളാം എന്ന് പറയുക. അതായിരുന്നു വൈദികനാവാനുള്ള മരിയ വിയാനിയുടെ ആഗ്രഹം. വൈദികനാകാനുള്ള ആഗ്രഹം അത്രമേൽ തീക്ഷ്ണമായതുകൊണ്ടാണ് 12 വയസ്സുകാരൻ ഇടിച്ച് ചെവിക്കകത്തൂടെ ചോര വരുമ്പോഴും അവൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണേ, എന്നെ ഇനി പഠിപ്പിക്കണേ. പിന്നീട് മത്തിയാസ് ലോറസ് ഈ ചെയ്ത കൃത്യത്തെക്കുറിച്ച് അനുദപിച്ചു, കരഞ്ഞു, രണ്ടുപേരും മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം ഒരു വലിയ മെത്രാനായിട്ടൊക്കെ മാറി. ഈ മത്തിയാസ് ലോറസ് ആജീവനാന്ത സുഹൃത്തുക്കളായിരുന്നു മത്തിയാസ് ലോറസും മരിയ വിയാനിയും. പക്ഷെ ചെറുപ്പത്തിൽ നല്ല ഇട്ടി കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ സെമിനാരി പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് ആകെ കൂടി ഇദ്ദേഹത്തിന് അറിയാവുന്നത് ഭയങ്കര ദൈവഭക്തിയാണ്, വിശുദ്ധ കുർബാനയോട് ഭക്തിയാണ്, ജപമാലയോട് ഭക്തിയാണ്. ഇതേ ഉള്ളൂ, വേറെ ഒരു അക്ഷരം അറിയാൻ പാടില്ല. അപ്പൊ ആരോ പറഞ്ഞു, അവിടെ ഒരു വിശുദ്ധനുണ്ട്, ആ വിശുദ്ധന്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ബുദ്ധി കിട്ടുമെന്ന് പറഞ്ഞു. ആ വിശുദ്ധന്റെ കബറിടത്തിൽ പോയി ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അവർ ചോദിച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്, ജോൺ മരിയ വിയാനിക്ക് ഒഴിച്ച്. അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു, ബുദ്ധി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉള്ള ബുദ്ധിയുടെ പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാ പരീക്ഷയ്ക്കും തോറ്റു. പ്രിയപ്പെട്ട അച്ഛന്മാരെ, കത്തോലിക്ക സഭ വൈദിക വർഷം പ്രഖ്യാപിച്ചപ്പോൾ വൈദിക വർഷത്തിന്റെ വിശുദ്ധനായിട്ട് എടുത്തു കാണിച്ചത് മഹാബുദ്ധിമാനായ തോമസ് അക്വീനാസിനെ അല്ല, തത്വശാസ്ത്ര ദൈവശാസ്ത്ര രചനകൾ അതിൻ്റെ ഉടമയായ അഗസ്തീനോസിനെ അല്ല, അമ്മ ത്രേസ്യയല്ല, വേദപാരംഗതയായ അമ്മ ത്രേസ്യയല്ല. വിശുദ്ധൻ, അതായത് വൈദികർക്ക് വേണ്ടി ഒരു വിശുദ്ധനായിട്ട് എടുത്തു കാണിച്ചത് ഈ മണ്ടനെയാണ്, ഈ മരമണ്ടനെ. എല്ലാ പരീക്ഷയ്ക്കും തോറ്റ ഈ മരമണ്ടനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മെത്രാൻ ഒളിവിലാണ്, വികാരി ജനറലാണ് രൂപതയുടെ ഭരണം നോക്കുന്നത്. ആ സമയത്ത് വികാരി ജനറലിനോട് സെമിനാരിയിൽ നിന്ന് പറഞ്ഞു, ഈ മണ്ടന് പട്ടം കൊടുക്കാൻ പറ്റില്ല, ഇവന് കുമ്പസാരിപ്പിക്കാൻ അറിഞ്ഞുകൂടാ, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, കുർബാന അർപ്പിക്കാൻ അറിഞ്ഞുകൂടാ, ഇവനാകെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഇരിക്കാൻ അറിയാം, കൊന്തയെല്ലാം അറിയാം. അപ്പൊ ഇവൻ എല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോയി. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അന്ന് ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തി ചോദിക്കുകയാണ്, ഈ ജോൺ അവന് പട്ടം കൊടുക്കാൻ ലത്തീനും അറിയില്ല, ഗ്രീക്കും അറിയില്ല, ഭാഷ അറിയില്ല, ദൈവശാസ്ത്രം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇവൻ എന്തെങ്കിലും നന്മയുണ്ടോ? അപ്പൊ സെമിനാരി എന്ന് പറഞ്ഞു, നന്മയുണ്ട്. എന്താ നന്മയെന്നറിയാമോ? ഇവൻ ഭയങ്കര ദൈവഭക്തനാണ്, കൊന്തഭക്തനാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, മെത്രാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹം പറയുകയാണ്, ഇവൻ ദൈവഭക്തനാണെങ്കിൽ, ഇഫ് ഹി ഈസ് എ പയസ്, എ ഡിവോട്ടി, എ ഗോഡ് മാൻ, ഗോഡ്ലി മാൻ, പട്ടം കൊടുക്കും. അത് മതി. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയല്ല അഭിഷേകത്തിന്റെ ആധാരം. ബുദ്ധിയല്ല കൃപയുടെ ആധാരം. ഒരുത്തിന് ദൈവത്തോടുള്ള സ്നേഹമാണത്, ദൈവഭക്തിയാണത്. അതുണ്ടോ പട്ടം കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പട്ടം കൊടുത്തു. 1815 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്ന ഓഗസ്റ്റ് മാസം 13-ാം തീയതി 1815 പട്ടം കിട്ടി. 3 കൊല്ലം എവിടെയും വിടാതെ വെച്ചിരുന്നു. കാരണം എവിടെ വിടാനാ? വാതുറന്നു വല്ലതും പറയാൻ അറിയണ്ടേ? കുമ്പസാരിപ്പിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു ഉപദേശം കൊടുക്കണ്ടേ? വല്ലതും പഠിപ്പിക്കണ്ടേ ജനത്തെ? ഒരച്ഛനായിട്ട് എവിടെയെങ്കിലും വിട്ടാൽ ആ പള്ളി പൂട്ടാൻ സാധ്യതയുണ്ട്, ആളുകൾ അടുത്ത പള്ളി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എവിടെ വിടാനാ? അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. 3 കൊല്ലം അവിടെ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നിർത്തിയാൽ എങ്ങനാ? ഇദ്ദേഹം പിന്നെ എവിടെ നിർത്തിയാലും മിണ്ടാതെ അവിടെ നിന്നോളും, പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല, എവിടെ നിർത്തിയാലും സന്തോഷം, അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നോളും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മെത്രാൻ തീരുമാനിച്ചു, പൂട്ടിക്കിടക്കുന്നൊരു പള്ളിയുണ്ട്, 200 കുടുംബങ്ങളുള്ള ഒരു പള്ളി, ലയോൺസ് രൂപതയിലെ, ഫ്രാൻസിലെ ലയോൺസ് രൂപതയിലെ ആഴ്സ് എന്ന് പേരുള്ള ഒരു പള്ളി. പള്ളിയുടെ പ്രത്യേകത എല്ലാം കള്ളുകുടിയന്മാരാണ്. പള്ളിയുടെ പ്രത്യേകത എല്ലാവരെയും പള്ളി കാണത്തില്ല, കാണണമെങ്കിൽ ഡാൻസ് ബാറിൽ നോക്കിയാൽ കാണാം. ഈ പള്ളിയുടെ പ്രത്യേകത, പള്ളിക്കാരുടെ പ്രത്യേകത, പള്ളി അനേക നാളുകളായി പൂട്ടിക്കിടക്കുകയാണ്. ഒരൊറ്റ അച്ഛൻ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല, എല്ലാവരും കളഞ്ഞിട്ട് പോയതാണ്, പൂട്ടിക്കിടക്കുകയാണ്. അപ്പൊ ആരോ പറഞ്ഞു, ഇവനെ ഒഴിവാക്കുകയും ചെയ്യാം, അവിടെ ഒരു അച്ഛനും ആവും, അങ്ങോട്ട് വിടാന്ന് പറഞ്ഞു.
അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ പോകാൻ ചോദിച്ചു. എവിടെയും പോകാൻ തയ്യാറാണ്. കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണേലും പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആഴ്സിലേക്ക് ഈ മനുഷ്യൻ ഒരു ഉന്തുവണ്ടിയിൽ തൻ്റെ സാധനങ്ങൾ കയറ്റി ഈ വണ്ടി ഉന്തി ഒരു പാവ മനുഷ്യൻ ആഴ്സിലേക്ക് നടന്നു പോകുന്നത്, ആ നടപ്പ് ചരിത്രത്തിലേക്കായിരുന്നെന്ന് അപ്പോൾ ആരും അറിഞ്ഞില്ല. അതായത് ഈ പാവം ഈ നടന്നു പോയത് മനുഷ്യന്റെ ചങ്കിലേക്കായിരുന്നുവെന്ന്, തലമുറകളുടെ നെഞ്ചിലേക്കായിരുന്നെന്ന് അന്ന് ആരും അറിഞ്ഞില്ല. പാവം ഒരു ഉന്തുവണ്ടിയും തള്ളി ഒരു പോക്ക്. അങ്ങനെ ആഴ്സിലേക്ക് ഉന്തുവണ്ടിയും തള്ളി ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ വഴിക്ക് വെച്ചൊരു ചെറുക്കനെ കണ്ടു. അവനോട് ചോദിച്ചു, മക്കളെ ആഴ്സ് എവിടാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, എവിടെ പോവാ? ആഴ്സി പോവാ. ആ, കൊണ്ടുവിടാന്ന് പറഞ്ഞു. കൊണ്ടുപോവാണ്. അപ്പം അങ്ങനെ ആഴ്സിലേക്ക് കൊണ്ടുപോയി. ഈ കൊച്ചു പയ്യൻ ആഴ്സിലേക്ക് കൊണ്ടുപോയി വിട്ടു. പറഞ്ഞത്, ആ പൂട്ടിക്കിടക്കുന്നതാണ് പള്ളി, ആ കാട് പിടിച്ച് കിടക്കുന്നതാണ് അച്ഛൻ താമസിക്കുന്ന സ്ഥലം. പള്ളിക്കാരെല്ലാം ചന്തയിൽ കാണുമെന്ന് പറഞ്ഞു. പള്ളിക്കാരെല്ലാം ഡാൻസ് ബാറിൽ കാണും, കള്ള് ഷാപ്പിൽ കാണുമെന്ന് പറഞ്ഞു. പള്ളിക്കാരും ആരും വരും. ദൈവം സഹായിച്ച അച്ഛന് ഒരു പണിയില്ല, ആരും വരുത്തില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ ചെന്നു. കാടെല്ലാം വെട്ടിത്തെളിച്ചു. അത്യാവശ്യം ഈ നിലത്ത് വാവരിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് മിനിമം കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഒരുക്കി പള്ളി തുറന്നകത്ത് കയറി. പള്ളിക്കകത്തേക്ക് കയറിയിട്ട് അദ്ദേഹം പരിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് അദ്ദേഹം കുർബാനയുടെ മുമ്പിൽ മുട്ടുമേ നിന്നു. അപ്പൊ ഈ ചെറുക്കൻ വന്ന് അവിടെ എല്ലാം ചെന്നിട്ട് പറഞ്ഞു, ഒരച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടാൽ തന്നെ ഒരു ശൈലില്ല, വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു സുഖമില്ലെന്ന് പറഞ്ഞു. നിൽക്കാൻ സാധ്യതയില്ല, പഴയ പോലെ തന്നെ ഓടാനാണ് സാധ്യത. അപ്പോൾ ആ ചന്തയിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകൾ കുറച്ച് പേര് വന്നപ്പോൾ ഇങ്ങനെ നോക്കി. 10 മണിക്ക് നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ മുട്ടേ നിൽപ്പുണ്ട്. കുറച്ചു നേരം നിന്നിട്ട് പോട്ടെന്ന് വിചാരിച്ച പോയി. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് വീണ്ടും ടൗണിലേക്ക് പോകുന്ന വഴിക്ക് നോക്കിയപ്പം ഉച്ചയ്ക്കും അതുപോലെ തന്നെ നിൽപ്പുണ്ട്. മടുത്തില്ലേന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നിട്ട്. അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചു പോയി. വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ പിന്നെ അവിടെ നിൽപ്പുണ്ട്. രാത്രി വന്ന് നോക്കുമ്പോൾ പിന്നെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചേച്ചിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇത് സാധാരണ അച്ഛനല്ലെന്ന് പറഞ്ഞു. ഇത് മുട്ടുകുത്തുന്ന അച്ഛനാണ്. മുട്ടുകുത്തുന്ന ഒരച്ഛന് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ, ചേച്ചിമാർ പറഞ്ഞു, ഇത് എന്ത് നേരത്തെ വന്ന അച്ഛൻ പോലെ അല്ലെന്ന് പറഞ്ഞു. ഇത് ഈ അച്ഛന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുർബാനയ്ക്കൊന്നും ആരുമില്ല. ഞായറാഴ്ച ദിവസം അദ്ദേഹം മണി അടിച്ചു. 3-4 പേര് വന്നു. എവിടെയാന്ന് ചോദിച്ചു ഇടവക്കാർ. അപ്പോൾ പറഞ്ഞു, ഇടവക്കാരെല്ലാം ഞായറാഴ്ച ദിവസം ചന്തയിലുണ്ടെന്ന് പറഞ്ഞു. കർഷകരെല്ലാം ചന്തയിലുണ്ട്, ഡാൻസ് ബാറിലുണ്ട്, കള്ള് ഷാപ്പിലുണ്ട്. അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി. ഡാൻസ് ബാറിൽ കയറി ചെന്നു, കള്ള് ഷാപ്പിൽ കയറി ചെന്നു, ചന്തയിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മക്കളെ പള്ളി വരണം, മക്കളെ കർത്താവ് കാത്തിരിക്കുക, മക്കളെ പള്ളി വരണം, മക്കളെ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ആളുകൾ കളിയാക്കി, ചിരിച്ചു, പരിഹസിച്ചു, തിരിച്ചുപോയി. 12 വർഷം ഇദ്ദേഹം ഇങ്ങനെ മുട്ടുകുത്തി. 12 വർഷം ഇങ്ങനെ ഇദ്ദേഹം കൈവിരിച്ചു. 12 വർഷം ഈ പാവപ്പെട്ടവൻ ചന്തയിലിറങ്ങി ആളുകളെ വിളിച്ചു. 12 വർഷം ഡാൻസ് ബാറുകളിൽ കയറിയിറങ്ങി. 12 വർഷം മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് വിട്ടുപോകാതെ ഇരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ആ 12 വർഷം കഴിയുമ്പോൾ ഒരു വർഷം 4 ലക്ഷം പേര് ആഴ്സിൽ ഇയാളെ കാണാൻ എത്തുമായിരുന്നു. 4 ലക്ഷം പേരാണ് ഒരു വർഷം ഈ മനുഷ്യനെ കാണാൻ ആഴ്സിൽ വന്നുകൊണ്ടിരുന്നത്. 4 ലക്ഷം പേര് ഒരു വർഷം. 3 ആയുധമാണ് ജോൺ മരിയ വിയാനി ഉപയോഗിച്ചത്. 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 പരിഹാരം. പ്രാർത്ഥന, ഉപവാസം, പരിഹാരത്തിന്റെ ജീവിതം. പ്രാർത്ഥന, ഉപവാസം, പരിഹാരത്തിന്റെ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെത്രാന്മാര് വന്ന് മുട്ടുകുത്തി, വൈദികര് വന്ന്, പ്രമുഖരായ ലക്കോഡയർ പോലെയുള്ള പ്രബുദ്ധരായ വൈദികർ വന്ന് മുട്ടുകുത്തി, ശാസ്ത്രജ്ഞന്മാര് വന്ന് മുട്ടുകുത്തി. 16 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരിക്കുമായിരുന്നു. 16 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ആഴ്ചകളും മാസങ്ങളും കാത്തു കിടന്ന് കുമ്പസാരിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആഴ്സ് എന്ന കുഗ്രാമത്തിലേക്ക് ആളുകൾ, ജനലക്ഷങ്ങൾ ഇടിച്ചു വരാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
നമ്മൾ ഉപവസിക്കുമ്പോൾ, അദ്ദേഹം പറഞ്ഞു നമ്മൾ പ്രായശ്ചിത്ത ജീവിതം നയിക്കുമ്പോൾ, അദ്ദേഹം പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നടുങ്ങും. 12 വർഷം കൊണ്ട് ആഴ്സ് എന്ന കുഗ്രാമത്തെ ജനലക്ഷങ്ങളുടെ തീർത്ഥാടന ഭൂമിയാക്കി മാറ്റാൻ ഈ മനുഷ്യൻ ചെയ്തത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നു, പ്രാർത്ഥിച്ചു, കർത്താവിനെ വിളിച്ചു, ഉപവസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെയാണ് പുരോഹിതരുടെ മധ്യസ്ഥനായി സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടവക വൈദികരുടെ മധ്യസ്ഥനായി സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോൺ മരിയ വിയാനി പുണ്യാളനെയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു മാലാഖയും ഒരച്ഛനും കൂടി എതിരെ വരുന്നത് കണ്ടാൽ ഞാൻ മാലാഖയോട് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. അദ്ദേഹം പറയാണ് ഒരു മാലാഖയും ഒരു പുരോഹിതനും കൂടെ വരുന്നത് കണ്ടാൽ ഞാൻ മാലാഖയോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുരോഹിതന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കും. അദ്ദേഹം പറയുകയാണ്, കാരണം നിറയെ സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞ ഒരു മുറി അത് താഴിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് പ്രയോജനം? നിറയെ സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞ മുറി പോലെ സ്വർഗത്തിന്റെ സകല നിക്ഷേപങ്ങളും പൂട്ടിയിട്ടിരിക്കുന്ന മുറി തുറന്ന് ആളുകൾക്ക് എടുത്തു കൊടുക്കുന്ന കലവറ സൂക്ഷിപ്പുകാരനാണ് ഒരച്ഛൻ. അതുകൊണ്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. സ്വർഗത്തിന്റെ നിക്ഷേപങ്ങൾ എടുത്ത് മനുഷ്യന് കൊടുക്കുന്ന ആ താക്കോല് കൈവച്ചിരിക്കുന്ന ആളാണ് അച്ഛൻ. അതുകൊണ്ട് മാലാഖയോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യം, അദ്ദേഹം പറയുകയാണ്, ഒരച്ഛൻ അദ്ദേഹം അർപ്പിക്കുന്ന ബലിയുടെ വില അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിച്ചു പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായശ്ചിത്ത ജീവിതം, ആ പ്രായശ്ചിത്ത ജീവിതം കൊണ്ട് അദ്ദേഹം അനേക ലക്ഷങ്ങളെ ആഴ്ചയിലേക്ക് ആകർഷിച്ചു. ഒടുവിൽ 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതി അദ്ദേഹം മരിച്ചു. 1928 ഏപ്രിൽ മാസം 23-ാം തീയതി അദ്ദേഹത്തെ മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു.